ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന റിയാക്ഷൻകാരെല്ലാം അലക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിയ കൃഷ്ണ പറഞ്ഞതല്ലേ. ഞാൻ മോസിയുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അവരുടെ ഡേ ഇൻ മൈ ലൈഫ് അവരുടെ വീഡിയോസൊക്കെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട്, ഞാനും കാണുന്നതാണ്. അപ്പം ഈ ലേറ്റസ്റ്റ് ഇപ്പം വിവാദമായിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പം എനിക്കും നിങ്ങളെപ്പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇവരെന്തിങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് പൊതുവേ തോന്നുന്നൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓരോ മനുഷ്യർക്കും ഓരോ സംസാര ശൈലികളുണ്ടല്ലോ. ഇപ്പം അവരുടെ വീട്ടിൽ തന്നെ അഹാന സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹൻസിക സംസാരിക്കുന്നതൊക്കെ ഒരു സൗമ്യമായിട്ടുള്ള രീതിയിലാണ്. ദിയയാണ് കൂടുതൽ ഭയങ്കരമായിട്ട് കുറേ എടുത്തടിച്ച പോലെ സംസാരിക്കാന്ന് പറയില്ലേ, അത് ചിലവരുടെ ശൈലിയാണെന്ന് എനിക്ക് തോന്നിട്ടോ. ഞാൻ പണ്ട് മുതൽ അവരുടെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നതായതുകൊണ്ട് പറഞ്ഞതാണ്, അവരെ പോസിറ്റീവായിട്ട് ആക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല കേട്ടോ. അവരുടെ ശൈലിയാണ് എടുത്തടിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പം അവർ ചിന്തിക്കുന്നില്ല എന്തൊക്കെയാണ് അവർ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അവർ പറയുന്നതെന്നും ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പം ചിലവർക്കൊക്കെ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ചിലർക്കൊക്കെ സംസാരിക്കുമ്പം പെട്ടെന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാതെ ആയിരിക്കത്തില്ല പുറത്തോട്ട് വരിക. എനിക്കതാണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ അവര് മനസ്സുകൊണ്ട് ഇങ്ങനെ വഴിക്കിടെ പോകുന്നവരായിട്ട് ഉപമിച്ചിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അവരുടെ സംസാരം കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അവരൊന്നാമത് പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന ഒരുപാട് ഫോളോവേഴ്സ് അവർക്കുണ്ട്, ഒരുപാട് പേര് ഈ വീഡിയോ കാണും എന്നുള്ളൊരു ബോധത്തോടല്ല അവർ സംസാരിച്ചത് കേട്ടോ. അവർ സാധാരണ ടോക്കിങ് ഞാൻ പറയില്ല, അവർ മനസ്സിൽ ഉദ്ദേശിച്ചതേ ആയിരിക്കത്തില്ല അവർ വായിന്ന് പുറത്ത് വന്നത്. അതാണ് ആ ഒരു വീഡിയോയ്ക്ക് അത് പറ്റിയതെന്ന് എനിക്ക് തോന്നിയിട്ടോ, മിസ്റ്റേക്ക്. അങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യും എന്ന് വിചാരിക്കാതെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കുറേ പേരുമാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാടും ഒക്കെ. അതിനകത്ത് കുറേ റിയാക്ഷൻ വീഡിയോസുകാർ വന്നിട്ട് ഹസ്ബൻഡിനെ എന്ന് വെച്ചാൽ അശ്വിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നൊന്നും മിണ്ടാതെ, അങ്ങനെയില്ല ഭർത്താവ് ഉദ്യോഗസ്ഥനാന്നൊക്കെ വിളിച്ചിട്ട് ആ പെണ്ണിന് വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇപ്പം അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടും മോനൊന്നും റിയാക്ട് ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാവും. അപ്പം പിന്നെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മളിപ്പം ആണുങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭാര്യ ഉദ്യോഗസ്ഥ എന്ന് പറയുമോ? അത് ഞാൻ കേട്ടില്ല കേട്ടോ. സാധാരണ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ വഴക്ക് പറയല്ല, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭാര്യ ഉദ്യോഗസ്ഥയായിട്ടല്ലല്ലോ ചെയ്യുക. അതിനോട് ഞാൻ എതിർപ്പ് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോന്നില്ല കേട്ടോ. അശ്വിൻ ഇങ്ങനെ വൈഫിന്റെ ഫെയിമിന് വേണ്ടിയിട്ട് ഫെയിം മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ പൈസ മാത്രം നോക്കിയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ അഭിപ്രായം അയാൾ പറയായിരിക്കും. പിന്നെ വീഡിയോസിനൊക്കെ എല്ലാവരും ഇപ്പോൾ ഒരേപോലെ അല്ലല്ലോ. ഇപ്പം ദിയാണെങ്കിൽ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് കുറെ വർഷങ്ങളായിട്ട് എടുത്തുള്ളൊരു പരിചയമുള്ള ഒരാള് അശ്വിൻ അവരുടെ കൂട്ടുകാരെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇപ്പം ദിയ എന്തെങ്കിലും പറയുന്നതിന്റെ ഇടയ്ക്ക് പോയി ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ നിർബന്ധം ഇല്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം ദിയ പറയുന്ന ഇഷ്ടമല്ലെങ്കിൽ അശ്വിൻ്റെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് റിയാക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവും അവരുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കുന്ന പോലെ നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവാം. അതാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ദിയ വന്നിട്ട് അവിടെ പറഞ്ഞത് ശരിയാണെന്നൊന്നും ഞാൻ അടച്ച് പറയുന്നില്ല. കാരണം ഇപ്പം എനിക്ക് നമ്മുടെ അയൽവക്കക്കാരെയൊക്കെ ഞങ്ങൾ അമ്മ തന്നെയാണ് കേട്ടോ വിളിക്കാറ്. ഞങ്ങൾ ആൻറ്റീന്ന് വിളിക്കാറില്ല. ഞങ്ങളുടെ അമ്മേൻ്റെ പെറ്റമ്മ മാത്രമേ അമ്മയെന്ന് വിളിക്കൂ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ നമ്മുടെ അമ്മമാരെക്കാളും കുറച്ച് മുതിർന്ന അമ്മമാരെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അമ്മമാരെയൊക്കെ, നമ്മളെ അമ്മയുടെ പ്രായം ഉണ്ടാവണമെന്നില്ലല്ലോ, നമ്മുടെ ഫ്രണ്ട്സിന് അമ്മമാരൊന്നും, അവരെയൊക്കെ നമ്മൾ അമ്മ തന്നെയാണ് കേട്ടോ വിളിക്കുക. അതിനൊന്നും ദിയോട് ഞാൻ കൂട്ടുപിടിക്കുന്നില്ല ഗൈസ്, അതിനൊന്നും ഞാൻ യോജിക്കുന്നതേ ഇല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിന് അമ്മയമാരെ അമ്മ എന്ന് വിളിക്കുക, ഞങ്ങളുടെ അയലൊക്കത്തെ ആരെങ്കിലും ഒക്കെ ഇച്ചിരി അമ്മയെക്കാൾ മുതിർന്നവരെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എന്ന് വിളിക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെയാന്ന് വിളിക്കുക. നമ്മുടെ മക്കളെ അത് തന്നെയാണ് ശീലിപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓമിനെ കൊണ്ട് ഞാൻ അങ്ങനെ വിളിപ്പിക്കത്തില്ല, അങ്ങനൊന്നും നമുക്കില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ അവർ റിയാക്ഷൻ വീഡിയോകാർ പറഞ്ഞത് ശരിയാണ് കേട്ടോ. അപ്പം ഓമിക്ക് അല്ലെങ്കിൽ ഓസിക്ക് എങ്ങനെ ആരോട് എങ്ങനെ പെരുമാറണം എന്ന് ഇപ്പം ഓസിയുടെ അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ ഓസി ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് മോനെ അങ്ങനെ അവൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയാനുള്ള റൈറ്റ്സ് ഒന്നും ഓസിക്കുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ സംസാരം നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തോന്നില്ല. ഇവർ 4 പെൺകുട്ടികളെ എടുത്തു നോക്കുമ്പം നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവത്തില്ല. ഇവർ 4 പേരും പേരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര വ്യത്യാസം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സിബ്ലിങ്സിനെ എടുത്ത് നോക്കുമ്പോൾ
സംസാരവും ക്യാരക്ടറും ഒക്കെ വ്യത്യാസമാവില്ല. അതുപോലൊക്കെ തന്നെയുള്ളൂ. എനിക്ക് ആ കൃഷ്ണകുമാർ സാറൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നല്ല പക്വതയോടെ ഭയങ്കര വിനയത്തോടൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് നമ്മൾക്ക് ആരെയും പേഴ്സണലൊന്നും അറിയത്തില്ല, അങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പം അവരുടെ മക്കൾ ഇങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് പേരൻസ് അല്ലല്ലോ പഠിപ്പിക്കുക. കുറേ പേര് വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു, പേരൻസിന്റെ വളർത്തുദോഷം അല്ലെങ്കിൽ അവരെ പറഞ്ഞാൽ മതി, അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതി എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഓരോരുത്തരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരവരുടെ ക്യാരക്ടർ അവരവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അച്ഛനെയും അമ്മയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്ന് എനിക്ക് ഇത്രയൊന്നും പറയണമെന്ന് തോന്നിയുള്ളൂ കേട്ടോ. ഈ പറയുന്നതിനോട് എന്താ ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഭാര്യ ഉദ്യോഗസ്ഥ അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ദിയേനോടും ഓസിനോടും കറക്റ്റ് നമ്മൾ ഇപ്പം പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ഒരാളാകുമ്പം കുറച്ചുകൂടെ എന്താ നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ നോക്കുക, അത്ര തന്നെ. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണിക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നതല്ല പുറത്തെടുത്ത് സംസാരിച്ചാൽ അതും പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞാൽ കുറേ പേര് വന്ന് റിയാക്ട് ചെയ്യും. കുറേ അവരിപ്പം പറയും അവർക്ക് പ്രശ്നമൊന്നുമില്ല, റിയാക്ട് ചെയ്യുന്നവരൊക്കെ റിയാക്ട് ചെയ്യും. പക്ഷെ എത്ര ആയാലും നമുക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവൂടെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് അലക്കുമ്പം എന്തായാലും കുറച്ചെങ്കിലും വിഷമം ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. അപ്പം അവർ വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്താ അവർക്ക് പൈസ ഉണ്ടാക്കാം, അവർക്ക് റീച്ച് ഉണ്ടാക്കാനല്ലേ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറയും. എന്തായാലും എനിവേ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ പോകട്ടെ. റിയാക്ഷൻ വീഡിയോ ഇടുന്നവരും റിയാക്ഷൻ വീഡിയോ ഒക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തതേയും എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ പോകട്ടെ. എൻ്റെ ഞാൻ ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്തതേ ഉള്ളൂ, പറ്റാത്ത